അളിയോ അളിയോ ആ ബാളിയ 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 അമ്മൂമ്മ കാണാനേ എന്താടാ ബാളിയ എന്താ ചേട്ടാ കാര്യം പറയാം. അപ്പൊ നമ്മളെല്ലാരും ക്രിസ്മസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുത്ത എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ആ ഗിഫ്റ്റ് മേടിക്കാൻ എല്ലാവർക്കും സമയം തന്നു ഓർമ്മയുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ എല്ലാരും ഗിഫ്റ്റ് മേടിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഐശ്വര്യമായിട്ട് ഞാൻ തന്നെ കൊടുത്തു തുടങ്ങട്ടെ അളിയാ. അപ്പോ എന്റെ ക്രിസ്മസ് ഫ്രണ്ടായ പാറുവിന് എന്റെ വക ഗിഫ്റ്റ്. ഹാപ്പി ക്രിസ്മസ്. എന്തോന്ന് കേട്ടോ ഇത്? പറഞ്ഞ കടലാസ അത് തുറന്നു നോക്കടി, അതിനകത്ത് ബുക്കുണ്ട്. പഠിക്കാനുള്ള ബുക്കാ? ഡ്രോയിങ് ബുക്ക്, വരയ്ക്കാനുള്ള ബുക്ക്. കേശേട്ടാ, ഐ ലൈക്ക് യു, ഐ ലവ് യു, ഐ ഹേറ്റ് യു. താങ്ക് യു. ഹേറ്റ് യു? ഓ സോറി, ഹേറ്റ് യു ഇല്ല. അടിപൊളി കേശേട്ടാ. താങ്ക് യു. പാറുക്കുഞ്ഞേ, ഇനി അമ്മൂമ്മയുടെ സമ്മാനം ഇങ്ങ് തന്നേ. അമ്മൂമ്മയുടെ സമ്മാനം എപ്പോഴേ റെഡി. അമ്മൂമ്മ ഒന്ന് കുനിഞ്ഞേ, ഒന്ന് കുനി. ഓ മാലയായിരിക്കും. ഉമ്മയോ? ഇതാണ് എന്റെ സമ്മാനം. നമ്മുടെ കള്ളി, നീ ആള് കൊള്ളാലോ. അമ്മൂമ്മ ഒരു സമ്മാനം കൂടി ഉണ്ട്, ഞാൻ പേടിച്ചിട്ട്. ഓ ഇനിയുണ്ടോ? ഇതെന്തുറ്റി മോന്ത ഇങ്ങനെ ഇരിക്കണേ? തലവേനേച്ചി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. മുട്ടായോ? ഹായ്, നമ്മുടെ ചെല്ലക്കുട്ടി. അമ്മമ്മക്ക് ഷുഗർ ഒക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് കഴിക്കണമെന്നില്ല കേട്ടോ. കുറച്ചു നേരം കൈ വെച്ചിട്ട് ഇങ്ങനെ തന്നെ. ഓ അങ്ങനെ ആയിക്കോട്ടെ. ഇന്നരാണ് ഇടിവെട്ടി തെങ്ങോ നിക്കണേ. நானா இடி வெட்டின தெங்கு மாதிரி நிக்கிறேன். தே பாரு லெச்சுவ. എന്റെ ആള് കൊള്ളാം കേട്ടാ, എനിക്കൊരു അവസരം കിട്ടും. ഇത് ഉനക്കുള്ള ഗിഫ്റ്റ്. താങ്ക് യു. ഇതെന്താണത്? കൂണ്. കൂണ്? ഇളവരസി. ഓ ക്യൂന്. നോക്കട്ടെ. பாரு பாரு, ராசகுமாரி. நான் இந்த கிஃப்ட் வாங்க போனப்போ எனக்கு லெச்சு சொன்னதுதான் ஞாபகம் வந்தது. உனக்கு யாரை பிடிக்கும்னு கேட்டப்போ மெர்லின் அவ சொன்னா. அப்ப நான் மெர்லின மாதிரி இருக்கிற ராசகுமாரியை வாங்கினேன். டேய், இது இல்லடா, நான் வேறதான் வாங்கினேன். மெர்லின் ராசகுமாரிய மாதிரி இருந்தது. ஐயோ, அவங்க தப்பா பேக் பண்ணிட்டாங்க. சிரிக்காதீங்கடா. டேய், பேக் பண்ணினப்போ அந்த கடைக்காரனுக்கு மாறி போச்சுடா. സോറി. ഒന്നും കുഴപ്പമില്ല കനാൻഡി, നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട്. കേട്ടോ നോക്കിയേ, കണ്ടാ ലച്ചു ചേച്ചിയെ ഇതിനെ കണ്ട ഒരേവല്ലേ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. സിദ്ധുമോനെ, അമ്മൂമ്മയുടെ ചെറിയൊരു സമ്മാനം, ഒരു വാച്ച്. അയ്യോ, എന്തിനാ അമ്മൂമ്മ ഇത്ര വില കൂടിയ വാച്ചൊക്കെ മേടിച്ച് ഗിഫ്റ്റ് ആയിട്ട് തന്നെ? അമ്മൂമ്മയുടെ ഒരു സ്നേഹം, അത്രേ ഉള്ളൂ. ഓ, ഞാൻ വിചാരിച്ച പടവലത്തെ 3-4 ഏക്കർ എഴുതി കൊടുക്കുമായിരിക്കും. അമ്മൂമ്മ, താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. സിദ്ധു, எனக்கு gift எல்லாம் இல்லையா? ആന്റി, ഇങ്ങോട്ട് വാ. என்ன? വാ. என்னது இது? മേടിക്ക്. ഓപ്പൺ ചെയ്യ്. என்னது இது? ഓപ്പൺ ചെയ്യ്. എത്ര പാക്കിംഗ് കഴിഞ്ഞ? അയ്യോ, ഗോൾഡ് കോയിനാ? தங்க காசு. அம்மா, இத பாருங்களேன். கேசு, അളിയാ, ഗോൾഡ് കോയിനാ? லெச்சு,
எதுக்கு சித்து எதுக்கு சித்து இவ்வளவு தங்க காசெல்லாம் എന്താ ആന്റി? இதெல்லாம் பெரிய gift அதெல்லாம் எனக்கு வேண்டாம் அப்பா അയ്യോ ആന്റി, எனக்கு வேண்டாம். അയ്യോ ആന്റി ഇങ്ങനെ പറയല്ലേ, ഇത് താൻ ചിന്ന ഗിഫ്റ്റ്. ആന്റി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആന്റി ഞങ്ങൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതല്ലേ. ഹാപ്പി ആയിട്ടിരിക്കും. ചിൽ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. എന്തൊരു കനേന്റെ ഇത്. മതി നിർത്തി അല്ല പിന്നെ നല്ലൊരു ദിവസമായിട്ട്. അതെ, അപ്പൊ എല്ലാരും ഓക്കെ ആയല്ലോ, എല്ലാവർക്കും കിട്ടാനുള്ള ഗിഫ്റ്റ് കിട്ടിയല്ലോ. ലച്ചു ചേച്ചിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തായിരുന്നു? എന്തെങ്കിലും മേടിച്ചു കൊടു, എന്തായാലും തൃപ്തി വരില്ലെന്നറിയാം, എന്നാലും അങ്ങ് പോട്ട്. എന്തിനാ എല്ലാരും വട്ടം കൂടിയിരുന്ന് ഇങ്ങനെ ചിരിക്കണേ? അതെ ലച്ചൂസേ, മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുക കേട്ടോ. കുഴപ്പമുള്ള ലച്ചു ഐസായിരിക്കും. കുഴിപ്പിള്ളം ലച്ചു ഐസായിട്ടിരിക്കാന്ന്. ഇതിലേ ലച്ചു കുലുങ്ങൊന്നുമില്ല. ആ ചേച്ചി, എന്റെ വക ചേച്ചിക്ക് ഒരു ക്രിസ്മസ് കാർഡ് ഞാൻ ഉണ്ടാക്കിയതാ. ചേച്ചിയാണ് എന്റെ ക്രിസ്മസ്. ഇതെന്താ? സർപ്രൈസ്. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്. വലിയൊരു പെട്ടി. പെട്ടി മാത്രമേ ഉള്ളൂ. അല്ല, അകത്ത് ഷൂ ഉണ്ട്. ഷൂവാ? നല്ല സൂപ്പർ ഷൂ ആണ്. ആ ഷൂ എടുത്തിട്ട് വേണം എന്നതാ ഇവിടെ അടിക്കാൻ. കേശു ഷൂ മേടിച്ചോണ്ട് വന്നു. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ദാ അമ്മുമ്മയുടെ വക എന്റെ പൊന്നുമോക്കൊരു സാരി. സാരിയാ? എന്റെ മക്കള് സാരി ഉടുക്കുന്ന അമ്മമ്മയ്ക്ക് ഇഷ്ടം, അതുകൊണ്ട് ആ സാരി മേടിച്ചു. லெச்சு அம்மா சாரி வாங்கினது தெரியாம நானும் சாரி தான் வாங்கினேன். இதா என்னோட கிஃப்ட். ஹாப்பி கிறிஸ்மஸ். ഹാപ്പി ക്രിസ്മസ്. അല്ല, ഇതെന്താ എല്ലാരും കൂടെ? ചേച്ചിക്ക് ക്രിസ്മസ് ഫ്രണ്ടിനെ കിട്ടാതായപ്പോ നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് സങ്കടമായി പോയി. അപ്പൊ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരും അറിയാതെ ഓരോരോ ഗിഫ്റ്റ് പോയി മേടിച്ചോണ്ട് വന്നു. എല്ലാരും മേടിച്ചോണ്ട് വന്നതിന് ശേഷമാണ് നമ്മൾ അറിഞ്ഞത് എല്ലാരും ചേച്ചി ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടോ. എന്തായാലും ഞാൻ ഹാപ്പിയായി. സത്യം പറഞ്ഞാലേ എനിക്ക് എന്റെ പേര് തന്നെ കിട്ടിയതേ ഭാഗ്യായി.